നമ്മുടെ കേരളത്തിലൊരു സൈഡിൽ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ കത്തിപ്പടർന്ന് എല്ലാവരുടെയും അറ്റൻഷൻ അവിടെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾക്ക് ഇപ്പോഴും കുറേ പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും അതിൽ ഭയങ്കര താല്പര്യം ഉണ്ട് എന്നൊക്കെ അറിയുമ്പോണ്ടല്ലോ, സത്യത്തിന് എങ്ങനെ ആലോചിക്കുന്നത് ഈ ലൂപ്പ് ഒരു ഭയങ്കര ഡേഞ്ചർ സാധനമാണ് എന്നുള്ളത്. അപ്പോൾ വിനു, PR വിനു, അനുമോൾ, ഇപ്പം അതിനകത്ത് ബിന്നി, ആകെ മൊത്തം ഒരു ലൂപ്പ് കിടന്ന് കളിക്കുകയാണ്. ഞാനൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനു റെഡിയാക്കിക്കോ, ഒരു വക്കീലിനെ അനുമോൾ ഇറങ്ങിക്കഴിഞ്ഞ് അടിച്ച് വിരിഞ്ഞ് പണിയാവും, കാശ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ലാസ്റ്റ് വീടിൻ്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് ജയ് വിളിക്കേണ്ട ഒരു അവസ്ഥയോ എഡിറ്റർ ചെക്കന്മാരെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു കാഷ്വൽ സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും കൂടി ഇന്നെ പിടിച്ചിട്ട് ഇലിമിനാറ്റി ആക്കി മാറ്റി. ഞാൻ ഒരു റിയാലിറ്റിയിൽ നമുക്ക് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിലായ? അവർ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്തോ പ്രഡിക്റ്റ് ചെയ്തോ സംഭവിച്ചു, അങ്ങനെയൊന്നും ഇല്ല. കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് അനുമോൾ അതിനകത്ത് കാണിച്ചൊരു ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മേ ബി ഇൻ ഫ്യൂച്ചർ ഇനിയിപ്പോൾ എത്ര PR ആണെങ്കിൽ പോലും ആ ഒരു അവരുടെ എന്താ പറയുക ബിസിനസ് ജേണി അത്ര കറക്റ്റ് മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, മനസ്സിലായില്ലേ? എന്താണെങ്കിലും വീണ്ടും എന്നെ പിടിച്ച് ആ ലൂപ്പിലിട്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. ഓക്കെ, രാഹുൽ മാങ്കൂട്ടം, രാഹുൽ ഈശ്വർ ഇഷ്യൂ ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യമായിട്ടാവും കൂടി വേറൊരുത്തൻ്റെ ഗർഭത്തിന് വേറൊരുത്തൻ കയറി അറസ്റ്റിലായിട്ട് അകത്ത് പോകണമെന്നൊക്കെ, ആ കോമഡി അവിടെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഞാൻ വിനുവിനെ വിളിക്കാം, ഡയറക്റ്റ് കാര്യം പറയാം, വിനുവിനെ വിളിക്കാം, കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. हेलो विनू ब्रो, यस, ये क्या अपराध हो रहा है? മൊത്തത്തിൽ അപരാധ് ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടികൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു ക്ലാരിറ്റി കൊടുത്തതാണ്. ഇതിപ്പോ എന്താ അറിയോ, ഞാനൊരുമാതിരി മറ്റേ കണിയാന്റെ അവസ്ഥയായി പോയി. നല്ലതല്ലേ? എന്ത് നല്ലത് നല്ലതല്ലേ? പറഞ്ഞും പോയി. ഇത് ലാസ്റ്റ് മറ്റേ പ്രഡിക്ഷൻ കിങ് മറ്റേ സാധനം പറഞ്ഞത് എഡിറ്റർ ചെക്കന്മാരെയും കൊണ്ട് വീടിന് മുന്നിൽ പോയി ചെയ്ത് വിളിക്കേണ്ട ഒരു തെറ്റ്. അല്ല, ഇത് എനിക്ക് ചില മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, ഡേ 1 തൊട്ട് സായിയും വിനും കൂടി പ്ലാൻ ചെയ്ത സാധനങ്ങളല്ലേ ഇതുവരെ നടന്നത് എന്നൊക്കെ പറഞ്ഞു. അതെ, നമ്മള് മറ്റേ ദൃശ്യം 3ഉം 4 സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മളാണല്ലോ. എന്താ ഒരു വിചാരം എനിക്ക് മനസ്സിലാവണില്ല. ഞാനിപ്പോ ഈ വീഡിയോന് ഇൻട്രോയില് പറഞ്ഞ് ഒരു കോമൺ സെൻസ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമുക്ക്, ഒരാളെ ഇപ്പം അനുമോൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആ പൈസയുടെ കാര്യത്തിലൊക്കെ അസസ് ചെയ്തപ്പോൾ മേ ബി ഇത് വള്ളി വരാം ഈ ചെങ്ങായിക്ക് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കേസിന് പറഞ്ഞത്. എന്ത് കാശ് കിട്ടാത്തൊരവസ്ഥ വന്നാൽ ലാസ്റ്റ് വക്കീലിനെയും കൂട്ടിയിട്ട് അവിടെ എഡിറ്റർമാരെയും കൊണ്ടുപോയി ജയ് വിളിക്കേണ്ടി വരും, തെറ്റിപ്പിരിയുന്നു. ഇതൊരു മാതിരി മറ്റേ അറം പറ്റിയ പോയി. അല്ല, ഇത് നമ്മള് ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്നാണ് ഇങ്ങനത്തെ ഒരു പരിപാടി വന്നത്. ഇതിനെന്ത് സ്കീം എന്നോട് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ അവാർഡ് ഫംഗ്ഷന് പോയ സമയത്ത്. അതെ അതെ, അല്ല ബിന്നി ഓൾറെഡി എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര മില്യൺസ് ഒക്കെ പോയ ഒരു വീഡിയോ ആയിരുന്നു ബിന്നി. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മളൊരു ഫംഗ്ഷനിൽ പോകുമ്പോൾ ഒന്നാമത് എനിക്ക് അവാർഡ് തരുന്ന ബിന്നിയാണ്. അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. അപ്പൊ അത് ഈ മൈൽ സ്റ്റോൺകാർ ഒപ്പിച്ചൊരു പണിയായിരുന്നു, എനിക്ക് അവാർഡ് ബിന്നി തരുന്നു എന്നുള്ള സംഭവം. അപ്പൊ അപ്പൊ ഒബ്വിയസ്ലി നമ്മളൊരാളെ കാണുമ്പോ പോയി വിടാന്നുള്ളത് നമ്മളൊരു, കാരണം നമ്മള് ഉള്ളിൽ ദേഷ്യം വെച്ചോ അല്ലെങ്കിൽ സങ്കടം വെച്ചോ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ പോലും ഞാൻ നിങ്ങളോടൊക്കെ ഇങ്ങോട്ടൊക്കെ സംസാരിച്ച ആളാണ്, പാർട്ടിക്ക് സംസാരിച്ചതാണ്. അപ്പൊ എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്, നമ്മള് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പോയി സംസാരിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് ബിന്നി എടുത്തിട്ടൊരു വിഷയമായിരുന്നു, ഇങ്ങനെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ബിന്നിക്കെതിരെ സൈബർ അറ്റാക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് പൊക്കി കാണിച്ചു. അല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ തന്നെ നിങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയും ചില കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയിട്ടും എന്നോട് വിനു സൈബർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഈ സീസണിലെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ സീസണിൽ വിനു ആ ലൈന് പിടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ജിൻഡോന്റെ ചീത്തപ്പേര് നിങ്ങളുടെ തലയിലുണ്ട്. അതുകൊണ്ട് ഈ സാധനത്തിൽ നിങ്ങൾ അത് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണി പാളും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ കഴിഞ്ഞ സീസണിലും ജാസ്മിൻ, അന്ന് സായി പറഞ്ഞില്ലേ, ജാസ്മിനൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്തു എന്നാണ്. ആ ഒരു സംഭവം നമുക്ക് അറിയാലോ, ചില ആൾക്കാർ ഫേസ് ചെയ്യുന്ന ട്രോമാസ് നമുക്ക് നന്നായിട്ട് അറിയാം. അല്ല, അത് മാത്രമല്ല, ഈ സീസണില് വിനു എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു വേറെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അത് ഫാമിലിയും ഫ്രണ്ട്സും ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത്. എനിക്ക് ഓൾറെഡി എന്നോട് പറഞ്ഞ കേസായിരുന്നു. എപ്പോഴാണ് ഓർമ്മ ഉണ്ടോ ഇത് പറഞ്ഞത്?
ആ ജാതിന്റെ ഒരു പോസ്റ്റ് വന്നു, പിന്നെ മറ്റേ മെഡിക്കൽ കോളേജിന്റെ സീൻ വന്നപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചില്ല നിങ്ങൾ എന്ത് തരം PR ചെയ്യുന്നത്, ഇതൊക്കെ വെറും തേർഡ് റൈറ്റ് ഐറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഇതൊക്കെ അവിടുന്ന് വരുന്ന സാധനമാണ്. കാരണം നമ്മൾ അങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടസ്റ്റന്റ് അല്ലേ മോശം അത്. അല്ല അത് ഞാനതാണ് നിങ്ങളോട് വിളിച്ച് ചോദിച്ചു ഇത് എന്ത് തരം സ്ട്രാറ്റജി, ഞാൻ ഒരിക്കലും വിനുവിന്റെ അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വിനു പറഞ്ഞത് എന്നോട് ഞാനല്ലേ ചെയ്ത്. ഞാൻ ചോദിച്ചു ഇത് ഓൾറെഡി ഇത് അതേപോലെ തന്നെ കോളേജിൽ നിന്ന് വോട്ട് ചോദിക്കുന്നവർ ലീക്ക് ആയിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ ഇതല്ലേ നമ്മൾ അറിയാത്ത കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് പക്ഷേ നമുക്ക് മനസ്സിലാവും ഇത് അവര് ഒരാള് ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ സ്ട്രാറ്റജി. അതിപ്പോ എന്തോ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല, കാരണം അവർക്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഏത് രീതിക്കും അനുമോള് ജയിച്ചാൽ മതിയായിരുന്നു, അവരത് ചെയ്തു. അതിനൊന്നും ഒരു മോശമോ അല്ലെങ്കിൽ അയ്യെന്നൊന്നും പറയാനൊന്നും ലൈക്ക് എന്താ പറയാ, ആ സിറ്റുവേഷനിൽ അത് അങ്ങനെ തോന്നിയെങ്കിലും ഇപ്പൊ തോന്നുന്നത് അവർക്ക് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ അനുമോള് ഒരു ORM വെച്ച പോലെ തന്നെ വീട്ടുകാരെല്ലാരും കൂടി ഒരു VR വർക്ക് വേറെ ചെയ്തു. ചെയ്തത് അവരുടെ ഒരു ഇതാണ്. അപ്പൊ അവര് അതിന് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടാവാം. അപ്പൊ നമ്മള് കൂടെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങുന്നു, ആ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഒരു അജണ്ട വേറെ ഉണ്ടാവാം. അത് അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിനകത്ത് ആക്റ്റീവാണ്. കോമന്റ് ഞാൻ വേറെ കാര്യം പറയാം, ഇത് ഞാൻ എനിക്കറിയുന്ന ഒരു കാര്യം തുറന്നു പറയാം. എനിക്ക് അനുമോൾക്കെതിരെ വീഡിയോ ഇടുന്ന സമയത്ത് ഇഷ്ടംപോലെ കമൻറ്റുകൾ വരുമ്പോൾ എന്നോട് പേഴ്സണലി ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് വരാറുണ്ട് സായി ബ്രോൻ്റെ ലിങ്ക് കൊടുത്തിടും, ഇട്ടിട്ട് സായി ബ്രോയ്ക്ക് കമൻറ്റ് ഇടാൻ പറയും. ഓക്കെ, അങ്ങനെ പറയും, മനസ്സിലായ? നമ്മൾ ഈ പരിപാടി തുടങ്ങി കുറേ കാലമായതുകൊണ്ട് നമ്മളും ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഫാൻ ഗ്രൂപ്പിലും നമ്മളെ ചെക്കന്മാരെന്ത് ചെയ്യും, കയറ്റി വിടാറുണ്ട്. അപ്പോൾ വിനു ഉള്ള ഗ്രൂപ്പ് ഏതാ വിനു ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കമന്റ്സ് വന്നതെന്നുള്ളത് എനിക്ക് അന്നേ അറിയായിരുന്നു. പിന്നെന്താ ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ സീനായിരിക്കും, അയ്യോ നമ്മളെ പറഞ്ഞേ. അല്ല അത് ഒന്നാമത്തെ കാര്യം, ഇവരാരും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്കൊന്നും അത് ഫേസ് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല. പിന്നെ അവർക്കെതിരെ എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നാൽ കൂട്ടമായിട്ട് കമന്റ് ചെയ്യാന്നുള്ള ഒറ്റ ഒരു സ്ട്രാറ്റജി മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അതെ, അപ്പൊ ഞാൻ ആ ഒരു പരിപാടിക്ക് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ പോയിട്ട് വേറെ ആള് കമന്റ് ചെയ്യാൻ ഒരാള് ജയിക്കാൻ പോകും. അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ, സീരിയസ് ആയിട്ട് ഇപ്പോ എനിക്ക് അതിപ്പോഴും റിയലൈസ് ചെയ്യാൻ പറ്റും, ബിന്നി പോയി പറഞ്ഞ അങ്ങനെ ചേച്ചിയാണ് ചെയ്തതെന്നുള്ളത്? ഇല്ലില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ബിന്നിയുടെ ഹസ്ബൻഡ് വേറൊരാളോട് പറഞ്ഞത്, അയാളാണ് ചേച്ചിയോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും ഇമോഷന്റെ പുറത്ത് ചിലപ്പോൾ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷെ പറഞ്ഞ് കേട്ട അനുമോൾ വിചാരിച്ചിരുന്നത് എന്താ, ഞാൻ അനുമോളിന്റെ ചേച്ചിന് ഇട്ട് കൊടുത്തു, അപ്പൊ എനിക്ക് ഇട്ട് കൊടുത്തു, ആ ഒരു രീതിയിൽ സാധനം വന്നപ്പോ അതിന്റെ പുറത്തൊരു ഓവർ റിയാക്ഷൻ വന്നു. ഞാനിത് മനസ്സിലാക്കി എന്താണ്, എന്തിനാന്നും ചുമ്മാ നമ്മള് തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കണേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോയി. അതാണ് നടന്നത്. അല്ല അതന്ന് വിനുവിനോട് പറയണ്ടേ, ഞാൻ എന്തായാലും മാറുകയാണ്, കാര്യമൊന്നുമില്ല, വെറുതെ ചുമ്മാ വെറുതെ അവിടെ വന്നിട്ട് എന്തിനലമ്പ്. പിന്നെന്താ പറയാ, വീട്ടുകാരും കൂട്ടക്കാരും കുടുംബക്കാരും എന്നും ഒന്നാവും. അതിലിപ്പോ നമുക്കൊന്നും പറയാനൊന്നുമില്ല, അവര് ഹാപ്പി ആയിട്ട് പോവാന്നല്ലാതെ. നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ പോവാന്നല്ലാതെ നമുക്ക് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നോണ്ട് നമുക്ക് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും കണ്ടസ്റ്റൻസിനാണ് നല്ലത്. കാരണം കൂടുതൽ വർക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റുന്ന മീഡിയ ഫീൽഡിലുള്ള ആൾക്കാരൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ ഞാൻ സംസാരിക്കുന്നത് അതൊക്കെ തന്നെയായിരുന്നു. നമുക്ക് ഫ്യൂച്ചറിൽ മൂവീസ് നമുക്ക് ചെയ്യണം, ആഡ് ഫിലിം ചെയ്യണം, നമുക്ക് സോങ്സ് ചെയ്യണം, അങ്ങനെ നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമല്ലോ. എപ്പോഴും നമ്മളൊരു ബിഗ് ബോസ് വിന്നറിനെ പറ്റി മാക്സിമം അയാളെ വെച്ച് എന്തൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പൊ അല്ല ഇത് നമുക്ക് എനിക്ക് അതാണ് നമ്മളുടെ അടുത്ത് ഒരു ട്രസ്റ്റ് ഇല്ലാതെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിന്റെ പുറത്താണ് ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അത് ചോര വർക്കിംഗ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊക്കെ ഉണ്ടാവും, നമുക്ക് നമ്മളുടെ റിലേറ്റീവ് ഇപ്പൊ നമ്മളെ ബ്ലഡ് വന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതല്ലേ വിശ്വസിക്കും. അതെ, അല്ല നമ്മൾ വിചാരിക്കണം എന്താണ്, നമ്മൾ ത്രൂ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കത്തുള്ളൂ. അല്ലാതെ അപ്പൊ പിന്നെ നമ്മളാണ് ഇവരെ നെഗറ്റീവ് ആക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മൾ മാറി നിൽക്കുന്നതല്ല നല്ലത്. അല്ല അത് ശരിക്കും അനുമോളെ പറഞ്ഞ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായാലും ഞാൻ സത്യത്തിൽ ഞെട്ടലില്ല കേട്ടോ. കാരണം ഇന്റെ കണക്കിന് ഞങ്ങളോട് തുറന്നു പറയാലോ, ആ ബിനുവിനെ എവിടെ ഒഴിവാക്കും എന്നുള്ളത് ചിന്തിച്ച് കണക്കായിരിക്കും.
എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അല്ല അത് ഇങ്ങോട്ട് തോന്നുന്നത്. പക്ഷെ പുറത്തു നോക്കുന്ന എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം മുതലേ ഈ സാധനങ്ങൾ തോന്നുന്ന ഐറ്റം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ മാറിയത് നിങ്ങളെ ഭാഗ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനം കെട്ട് മാറേണ്ട അവസ്ഥയായിരുന്നു. അല്ല ഇത് ചിലപ്പോ അതിന് പ്രഷർ കിട്ടുന്നുണ്ടാവും, ഇങ്ങനെ പലരും ഫാൻസ് ഫാമിലീസ് ആ ഒരു പ്രഷറിന്റെ പുറത്തും റിയാക്ട്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളായിട്ട് തന്നെ ഞാനായിട്ട് തന്നെ മാറി നിൽക്കാന്നുള്ള രീതിയിൽ മാറി നിന്നതാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ദുബായ് പ്രോഗ്രാമിൽ ഈ വിഷയം എടുത്തിടുന്നതും അതിനൊരു ഉത്തരം കൊടുത്തപ്പോൾ പിന്നീടും ആൾക്കാര് നമ്മളെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീണ്ടും 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 വീഡിയോസ് ഇടുമ്പോഴാണ് നമ്മളിതിനെ ഞാൻ റിയാക്ട് ചെയ്ത് പോയത്. അല്ലാതെ ഞാൻ അത് മിണ്ടാതിരുന്ന പോയതാണ്. എന്തായാലും നിങ്ങൾ ഇലുമിനാറ്റീസ് ആയി വർക്ക്. അതെ, നല്ല ഇലുമിനാറ്റി പറയണ്ട. എനിക്കാണ് എനിക്ക് കുറച്ച് ദിവസമായി ഈ സാധനം നമ്മളന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ സാധനം ഉണ്ട്, ഞാൻ ചെയ്യുന്നില്ല വെച്ച് മാറി നിന്നതാ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി വിടാതെ പിടിച്ചിരിക്കുകയാണ് പിന്നാലെ. അല്ല ഇത് വേറെ ഒരു എനിക്ക് നിരന്തരം വരുന്ന ഒരു സാധനം, സായി നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ, എന്നിട്ട് നിങ്ങൾ അനുമോളെ നെഗറ്റീവ് ആക്കാൻ സായിയുടെ കൂടെ നിന്നു, അല്ലെങ്കിൽ സായി നെഗറ്റീവ് പറയുമ്പോഴും അല്ല ഇത് അനുമോളുടെ അടുത്ത് അനുമോളെ ചെവിയിൽ അങ്ങനെ എത്തിച്ചിട്ടുണ്ടാവും. എന്ത് വിനു മനഃപൂർവ്വം കളിച്ചതാണ് സായിനെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കുന്നത്, അങ്ങനെയും പറയിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അയാൾ ഒരു നിലപാടുള്ള ആളാണ്, അയാൾക്ക് തോന്നിയ ഗെയിം. ഇത് വേറെ ആരും ഞാൻ പറയുന്നില്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് വരെ വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, പൊന്നളിയ എനിക്ക് അതിനോട് സംസാരിക്കും വേണ്ട, എൻ്റെ 7 അയൽവക്കത്ത് എനിക്ക് അടുപ്പിക്കും വേണ്ട, എനിക്ക് അതിൽ കണ്ടത് കണ്ടു മതിയായി എന്നുള്ളത്. ഞാൻ ആ ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അപ്പൊ അല്ല ഞാൻ പറഞ്ഞു എല്ലാ യൂട്യൂബേഴ്സും, ഞാൻ പറഞ്ഞു അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യാതെ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷെ അതെല്ലാം പാർട്ട് ഓഫ് ഗെയിം ആണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഷോന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് 2 ഒപ്പീനിയൻ എപ്പോഴും വരുമ്പോഴാണ് നമ്മൾക്ക് അവിടെ ഫൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, ഗ്രോത്ത് ഉള്ളൂ. അപ്പൊ നമ്മള് ക്രിട്ടിക്സ് ഫേസ് ചെയ്യാൻ പഠിക്കണം. ആ ക്രിട്ടിക്സിന് ഒരു ഹെൽത്തി ക്രിട്ടിക്സ് ആണ്. ഇപ്പൊ സായി ആണെങ്കിലും ഇപ്പൊ ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള കുറെ ക്രിട്ടിക്സ് ഉണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും ഭയങ്കര റോ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെയൊന്നും അല്ലല്ലോ ആക്ച്വലി. അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റന്റ് ചെയ്യുന്നുണ്ട്. എത്ര യൂട്യൂബേഴ്സ് ഭയങ്കര റോ ആയിട്ട് അവരെന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇത് ഭയങ്കര എന്താണ് ക്രിട്ടിക് ആയിട്ടാണ് സായി അവിടെ സംസാരിച്ചിട്ടുള്ളത്. അതിന് സായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, സായി പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. അനുമോള് നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള സമയത്ത് നല്ല രീതിയിൽ കളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹോട്ടൽ ടാസ്കിന്റെ സമയത്തും അതെല്ലാം സായി ഞാൻ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. സായിയുടെ തന്നെ എത്ര വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അനുമോളുടെ ഫാൻ ഗ്രൂപ്പിലൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഗെയിം ആവുമ്പോൾ അതിന് ആ പലരും കാണുന്ന പല രീതിയിലാണ്. അല്ല ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം പറയാം. എൻഡ് ഓഫ് ദ ഡേ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ കുറച്ച് പേര് കാണും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്ന മരമാണെങ്കിൽ അത് കുലുക്കി വീഴ്ത്തി കുറച്ച് കായ പറക്കി കൊണ്ടുപോകുന്ന ആൾക്കാർ കാണും. അല്ല വിന്നർ ആവുമ്പോ കൂടെ നിൽക്കുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അടക്കമുള്ളവർ നോക്കുന്നത് നമ്മളെങ്ങനെ യൂസ് ചെയ്യാന്നാ. മനസ്സിലായി? അപ്പൊ വിന്നർ ആവണമെന്നില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു മാസം 2 മാസം എല്ലാരും ചിരിച്ചു കാണും ഒപ്പം. ഒന്നാമത് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ബിഗ് ബോസ് വിജയിച്ചല്ലേ, ബിഗ് ബോസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ ഹൈപ്പ് ഒന്നും ഇല്ല ആക്ച്വലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 9 months എഗ്രിമെന്റ് ഉണ്ട്. വേറെ ഒരു കോർപ്പറേറ്റ് കമ്പനീസ് ആയിട്ടോ വേറെ ഒരു കൊമേഴ്ഷ്യൽ ആഡ്സ് ആയിട്ടോ ഒന്നും അവർക്ക് വേറെ കമ്പനീസ് ആയിട്ട് ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ ഇനോഗ്രേഷൻസ് ആയിട്ടുള്ള ചെറിയ ഇനോഗ്രേഷൻസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ശരിക്കും അഗ്രിമെന്റില്. ഓൾറെഡി ഇപ്പൊ സൈൻ ആയിട്ടുള്ള പ്രോഗ്രാം ക്യാൻസൽ ആയതുപോലും ആ എഗ്രിമെന്റ് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പം അത്ര റെസ്ട്രിക്ഷൻസിൽ നിന്നുകൊണ്ട് വർക്കുകൾ കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പൊതുവെ ഹൈപ്പ് കുറഞ്ഞൊരു സീസൺ ആയതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഹൈപ്പ് ഈ സീസണിൽ ഹൈപ്പ് കുറയുന്നതുകൊണ്ട് അത് വിന്നേഴ്സിനെ ബാധിക്കും, കണ്ടസ്റ്റന്റ്സിനെ ബാധിക്കും. അതെ. അല്ല പിന്നെ നമ്മൾ അറിയുന്നത് അടുത്ത സീസൺ ഉടനെ തുടങ്ങാൻ പോകുന്നതാണ്. പ്രിപ്പറേഷൻ തുടങ്ങി. അത് മാത്രമല്ല ഈ ഓൺലൈൻ മീഡിയാസ് വരെ വിളിച്ച ഇപ്പൊ നമുക്കറിയാലോ ഓൺലൈൻ മീഡിയാസ് പറയുന്നത് ഇട്ട് കഴിഞ്ഞാൽ 50K 60K അതിനപ്പുറത്തേക്ക് കയറുന്ന ഒരു ഐറ്റം ഇല്ല. പിന്നെ ഓൾറെഡി അനുമോളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ കൂടി മറ്റേ അനീഷിന്റെ ഒരു സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ കാണാനുണ്ട്.
അല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് പോയിട്ട് ഒരു ഇവന്റിന് പോകുന്നത് ശരിക്കും എല്ലാരും ഇവന്റിന് പോകുന്നുണ്ട്, എല്ലാവരും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, അതെല്ലാം അത് രസം എന്താ പറയാ, ആ കൂട്ടത്തിൽ ഈ പണി ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന രണ്ടാളേ ഉള്ളൂ. ഒന്ന് രേണുസുതി, അനുമോൾ. അല്ല ഞാൻ പറഞ്ഞ അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഓൾറെഡി ഇനോഗ്രേഷൻസിന്റെ ഇതില് ഒരു നോൺ ഫേസ് ആണ്. അവർക്ക് ബിഗ് ബോസിൽ പോയത് കൊണ്ട് മാത്രമല്ല അവർക്ക് ഇനോഗ്രേഷൻ കിട്ടുന്നത്, അല്ലാതെ തന്നെ അവർക്ക് ഇനോഗ്രേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് പറഞ്ഞ രണ്ടുപേരും ഇനോഗ്രേഷൻ സെൽ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കാൻ ഞാൻ വറീഡ് ആവുന്നത് ഇപ്പത്തുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് ആണ്. ഇപ്പത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് എല്ലാവർക്കും ട്രൈ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറയാൻ പറ്റില്ലേ, അവിടെയും രേണുസുതി അടിച്ചു കയറുന്നുണ്ട് ദുബായിലാ. അല്ല രേണുസുതി വേറൊരു യൂണിവേഴ്സ് ആണ്. ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിൽ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ. മുപ്പത്തിയാൾക്ക് അത് ഭയങ്കര ഇതുമായില്ലേ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ രക്ഷയില്ലാതെ കയറി. അതെ അതെ, പുള്ളിക്കാരി നല്ല പോസിറ്റീവാണ്. ഞാൻ 2 ദിവസം മുന്നേ പുള്ളിക്കാരി പാടുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ഭയങ്കര. അപ്പൊ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു അത് നമ്മൾ എത്രത്തോളം നെഗറ്റിവിറ്റി വന്നാലും അതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, ഇപ്പൊ ഞാൻ അതാണ്, നമുക്ക് നെഗറ്റിവിറ്റി വന്നോട്ടെ, അത് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്തത് നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയ്ക്ക് ഡെലിവർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മാറ്റി പറയുന്നിടത്താണ് നമ്മുടെ ഹീറോയിസം. ഇതിപ്പോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിപ്പോ മിക്കവാറും ഈ പറഞ്ഞ പോലെ ഇതൊരു കണ്ടന്റ് ആയിട്ട് കുറച്ചു ദിവസം ഓടും, അല്ലാതെ കാര്യം. അതാണ് എനിക്ക് ഞാൻ ബിന്നിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം ഇപ്പൊ അടുത്ത ആ മരണ വീട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ചുമ്മാ അതും കുത്തിപ്പൊങ്ങി, പ്ലസ് ഇതിന്റെ ഇടയിൽ വീണ്ടും ഒരു കുത്തിത്തിരിപ്പ് എന്നുള്ള സാധനം ബിന്നിന്റെ തലയിലേക്ക് എത്തി. ഞാൻ ആലോചിക്കുമ്പോ ബിന്നി എന്തിനാ ഇതൊക്കെ പാടെ കൂടി എടുത്ത് തലയിൽ വെക്കുന്നത്? ഞാൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. നൂബിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ നൂബിൻ പറഞ്ഞാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, നൂബിനും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അത് ഞാനും നൂബിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, നൂബിനും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നൂബിൻ ആരെടുത്താണോ പറഞ്ഞ അവര് അനുമോളുടെ അടുത്ത് എത്തിച്ചതാണ് പാടി. അതെ, അതും ആ പുള്ളിക്കാരൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അനുമോളോട് പറഞ്ഞതും ഈ 3 കോൺവെർസേഷൻ ആണ് മൊത്തത്തിൽ കയ്യിൽ പോയത്. അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ വരുന്ന ഒരു കോൺവെർസേഷനിൽ മാറിയാണ്. ബിക്കോസ് അവിടെ ഒഫെൻസീവ് ആയിട്ടോ അവർ ട്രിഗർ ചെയ്യുന്ന കാര്യത്തിലൊന്നും നമ്മളവിടെ സംസാരിച്ചിട്ടില്ല. ഇവൻ നൂബിൻ എനിക്ക് അയച്ചു തന്നു, എനിക്ക് നൂബിന്റെ വോയിസ് എന്റെ ഇരിപ്പുണ്ട്. നൂബിൻ പറയുന്നുണ്ട്, ബ്രോ ഞാൻ അങ്ങനെ ഒരു സാധനമേ പറഞ്ഞിട്ടില്ല, അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു ഗ്രൂപ്പ് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിനെ പറ്റി അവരോട് ചോദിച്ചു, അപ്പൊ അവർക്ക് അറിയാമെങ്കിൽ അത് നിർത്തട്ടെ എന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയും പിന്നെയും ആൾക്കാർ എന്താണ് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എന്തോന്നാലും ആൾക്കാർ കണ്ടന്റ് മതി, വേറൊരാളെ ദോഷം മതി. സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്നെ മോശം പറയാം, സപ്പോർട്ട് ചെയ്യണമെങ്കിൽ. അതിന്റെ ഇടയിലുള്ള സൈക്കോളജി എന്താ മനസ്സിലായോ? ബിന്നിയാണ് ഈ 16 ലക്ഷത്തിന്റെ സാധനം പൊട്ടിച്ചത്. ബിന്നിയാണ് ആ ഇടയ്ക്ക് PR സാധനങ്ങൾ പറഞ്ഞിട്ട് അനുമോളെ സാധനങ്ങൾ പിടിച്ചത്. ആ ബിന്നിനെ ഒന്ന് അടിക്കാൻ കിട്ടിയ സാഹചര്യം എന്ത് ചെയ്ത് ഈ സാധനം കൊണ്ടാണ് ഉപയോഗിച്ചു. അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു സാധനം ആയിരുന്നില്ല. ഇപ്പൊ അവരുടെ ഫാമിലി അങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കണമായിരുന്നു. എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് അനുമോളെ വിളിച്ച് അവിടെ ഒരു ഇമോഷണൽ രീതിയിൽ സാധനം പോയപ്പോ അനുമോള് അത് ട്രിഗർ ആയിക്കണം. നമ്മൾ ഫാമിലി കഴിഞ്ഞിട്ടുള്ള വേറെന്തോ ഉള്ളൂ, ഫാമിലി കഴിഞ്ഞിട്ടുള്ള ഞാനും ഉള്ളൂ. അപ്പൊ ഫാമിലി അങ്ങനെ പറയുമ്പോൾ അതില് അനുമോള് നല്ല രീതിയിൽ അത് മാനിപ്പുലേറ്റ് ആയി പോയി. അത് വെച്ചിട്ട് എന്റെ അടുത്ത് ഇതാക്കി, എനിക്ക് നല്ല ഇൻസൾട്ട് ആയിട്ട് തോന്നി. ഞാൻ അവിടുന്ന് എസ്കേപ്പ് അടിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ അവിടുന്ന് മാറി നിന്നത് പോലും അനുമോൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് അവിടെ നിന്ന് നമ്മളിത് കേൾക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി എനിക്ക്. ഇതാണ് സംഭവിച്ചത്. പക്ഷെ ഞാനിവിടെ പറയുന്നു, ഞാൻ നൂബിനോട് അങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല, നൂബിനും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നൂബിൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെയോ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പിന്നീട് ഇപ്പൊ ഇന്നാണ് ചർച്ചകൾ മാറി പറഞ്ഞിട്ട് അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിലില്ല, അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്തു. പക്ഷെ മനസ്സിലായോ, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ആ ഗ്രൂപ്പിന്റെ ഓരോ ആൾക്കാരെയും അനുമോളുടെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അവര് സ്ഥിരം സംസാരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വളരെ മിനിമൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ആ ഗ്രൂപ്പിൽ നമ്മളെ ഗ്രൂപ്പിലെ ടോക്സിക് ആൾക്കാരെ നമ്മൾ പുറത്താക്കൂലേ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ട് പറഞ്ഞ എന്നോട് അന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ എന്താ അറിയോ, സായിബ്രോ ഇങ്ങനെ ഒരു പാരലൽ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ഫാമിലിയാണ് ഉള്ളത്, അതിനകത്തൊരു 50-60 പേര് അല്ലെങ്കിൽ 40-50 പേര്, അതിലും കൂടുതൽ ഇല്ല എന്നാണ് അന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ കേട്ടാ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. കാരണം സായിബ്രോന്റെ ലിങ്ക് വരുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്നിടും.
സ്റ്റിൽ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ നിന്നാണ് ലീക്ക് ആയത്. ഓ ആ ഗ്രൂപ്പിൽ നിന്നുള്ള ചാറ്റ് ലീക്ക് ആയിട്ട് അത് പിന്നീട് എത്തി. പിന്നെ അത് സ്റ്റോറി ഇടണമെങ്കിൽ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് 16 ലക്ഷത്തിന്റെ അല്ല വേറെ ബിന്നിക്കെതിരെ സൈബർ അറ്റാക്ക് മനസ്സിലായി. ആ സാധനം അവിടെ തന്നെ അവിടുന്ന് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്, ആ ഗ്രൂപ്പിൽ ഞാനില്ല. അതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ അനിമോളുടെ ചേച്ചിയോട് ചോദിക്കും. കാരണം അവിടുത്തെ ആൾക്കാരൊക്കെ അനിമോളുടെ ചേച്ചിയെ വിളിക്കുന്ന ആൾക്കാരാണ്. ഞാനായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല അവരായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനെ അവര് വേറെ രീതി വലിച്ചൊടിച്ച് അനിമോളുടെ ചേച്ചിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്നൊക്കെ പറയുമ്പോ അത് കേട്ടിക്കേണ്ട ആവശ്യം എനിക്കില്ലാന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ പറയാത്തൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു എന്ന് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോ അതിനെ ഡിഫെൻഡ് ചെയ്യാന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാൻ പറഞ്ഞു ഫാൻസ് എല്ലാവർക്കും ഫാൻസ് ഉണ്ട്. ചില ഫാൻസ് ടോക്സിക് ആയിരിക്കും, ചില ഫാൻസ് അവർക്ക് ഭയങ്കര വാശിയും ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ ഒരു ഹെൽത്തി രീതിയിൽ പോയില്ലെങ്കിൽ ഇതെല്ലാം ബാധിക്കുന്നത് തന്നെയാണ്. കാരണം സൈബറൊക്കെ അറിയാലോ, ഇപ്പൊ എല്ലാരും എന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ഇങ്ങളെ ബ്ലെയിം ചെയ്യുന്നത് മാത്രല്ല, ഇതാ കണ്ടസ്റ്റന്റ് അവസ്ഥ ആലോചിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനല്ലേ, ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ തുടങ്ങി അവർക്ക് വളരെ ഷോർട്ട്. ഞങ്ങളുടെ സീസണാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഈ സീസൺ ഒന്നുമില്ല. നിങ്ങളുടെ സീസണിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാത്തും ഇല്ല, എല്ലാം ഉണ്ടായിരുന്നു. ആരെ എവിടെന്നോ ആക്റ്റീവ് വരുന്നത് മാത്രം എനിക്ക് അറിയാത്തുള്ളൂ. അല്ല അത് മാത്രല്ല, നമുക്ക് കുറെ ടൈം കിട്ടി സീസൺ കഴിഞ്ഞിട്ട്. ഇതിപ്പോ അടുത്ത മാർച്ചിൽ 1.5 വർഷം നിങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു. അങ്ങനെ സായിക്കൊക്കെ വന്നൊരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഓവർകം ചെയ്ത് ഇപ്പൊ എന്താ പറയണ, ഈ ബിഗ് ബോസിന് 26 ലക്ഷം രൂപ എന്താ ഉണ്ടാക്കുന്ന സാധനം വന്നു. അതൊക്കെയാണ് അത്. അനിമോളെ വെച്ച് ഇത്രയും വീഡിയോ ചെയ്ത് 26 ലക്ഷം ഉണ്ടാക്കി സായി എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോളെ വെച്ച് ഉണ്ടാക്കിയതിനൊക്കെ കൂടുതൽ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആൾക്കാർ അത് ക്രിട്ടിക്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മള് വേറെ നമ്മളെല്ലാരും ക്രിട്ടിക്സ് ആണ്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരും വേറെ കണ്ടസ്റ്റന്റിനെ വിമർശിക്കുന്ന പോലെ നമ്മളെ ചിലപ്പോൾ ആൾക്കാരെ വിമർശിക്കും. ആ വിമർശനത്തിന് എങ്ങനെ പോസിറ്റീവ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, സായി കണ്ടന്റ് ഇട്ടാലും അതിനെ പോസിറ്റീവ് ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്താ പ്രശ്നം? കണ്ടന്റ് ഇട്ടുകൊണ്ട് അനിമോൾ ജയിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, ആ വോയിസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ അതാ പറഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന്റെ പുറകില് കുറച്ച് ആൾക്കാരുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ആക്ച്വലി ഇവര് നല്ല സീരിയസ് ആയിട്ട് കിക്ക് ഔട്ട് ചെയ്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആര്യനെ ഔട്ടാക്കണം എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ലീക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ? ആ വോയിസ് ലീക്ക് ആയതിനു ശേഷം ശോഭ അല്ലെങ്കിൽ പൂജിത എല്ലാരും നമ്മൾ റിയാക്ട് ചെയ്തായിരുന്നു അതിനെതിരെ. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ആക്റ്റീവ് അല്ല. ഒന്നത് കാര്യം വാട്സപ്പ് ഗ്രൂപ്പ്സിൽ അത്ര ആക്റ്റീവ് അല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മള് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊരു പോസ്റ്റ് ഇട്ടങ്ങ് പോവാന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ആര്യനെ ഔട്ടാക്കണം, എവിക്റ്റ് ആക്കണം, വേറൊരാളെ നമ്മൾ ഔട്ടാക്കാൻ വേണ്ടി വേറൊരാൾക്ക് വോട്ട് മറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് വന്നപ്പോഴാണ് നമ്മൾ എന്താ ചെയ്തത്? നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. നമ്മളത് വേണ്ട, ഇങ്ങനെ ഒരു സംഭവം വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിനെ പുറത്താക്കി. ആ ഒരു വ്യക്തി ഒരു ലീഡർഷിപ്പ് പോലെ എടുത്തിട്ട് അവർ വേറൊരു പ്രസ്ഥാനം തുടങ്ങി. അവരൊരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ റൺ ചെയ്യുന്നുണ്ട്. ആ പേജ് അൺഒഫീഷ്യൽ അനിമോൾ എന്നൊക്കെ പറഞ്ഞൊരു പേജ് റൺ ചെയ്യുന്നുണ്ട്. അവരവരുടെ രീതിയിൽ. അപ്പൊ ഞാൻ അനിമോളുടെ ചേച്ചി എന്നോട് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ എന്താണ് അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു അവരവരുടെ രീതിയിൽ ചെയ്യട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവരവരുടെ ചെയ്യട്ടെ. പക്ഷെ ഇപ്പൊ ഞാനുള്ള ഒരു ഗ്രൂപ്പിൽ ഇതുപോലത്തെ ടോക്സിറ്റി വന്നതിന് അതിന്റെ ബാധ്യത എനിക്കാണ്. അതുകൊണ്ട് ഞാൻ ആ ബാധ്യത എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ അവരെ പുറത്താക്കി എന്നുള്ള കൃത്യമായിട്ടുള്ള സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വ്യക്തിയെ എനിക്ക് മുമ്പ് അറിയാം. ആ വ്യക്തി കഴിഞ്ഞ കൊല്ലം നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ വേണ്ടി വർക്ക് ചെയ്തൊരു പുള്ളിക്കാരിയാണ്. അത് പെയ്ഡ് നല്ലട്ടോ. ഇവര് എല്ലാ കൊല്ലം ഓരോ കണ്ടസ്റ്റന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ സമയത്ത് ജാസ്മിൻ ജാഫറിന്റെ ഗ്രൂപ്പിൽ നിന്നൊരു വോയിസ് ലീക്ക് ചെയ്തായിരുന്നു. ജിൻഡോന്റെ കാലോടിയണം, ജിൻഡോനെ വയ്യാതാവണം, ജിൻഡോന്റെ മുഖം പട്ടിയെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വോയിസ് ലീക്ക് ആയിരുന്നു. അതെല്ലാം ഇവരുടെ വോയിസ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് പ്രേക്ഷകരുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ടോക്സിസിറ്റിയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ വോയിസ് ആണ് അത് ആക്ച്വലി. അപ്പൊ അതേ വ്യക്തി തന്നെ ഇവിടെ ഇങ്ങനെ സെയിം സാധനം ചെയ്യുമ്പോൾ അതെന്നെ ബാധിക്കുന്നുണ്ട്. കാരണം എന്റെ ഗ്രൂപ്പിൽ അത് വേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വെച്ചു. അവരെ ഞാൻ പുറത്തേക്ക്, അവര് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ നിന്ന് അവര് വേറെ രീതിയിൽ ടോക്സിറ്റി ചെയ്യുന്നത് അത് എന്റെ ബോധമല്ല. പക്ഷെ ഈ സാധനം എന്നെ ബാധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്റെ ടെറിട്ടറി അല്ല, അവിടെ ഞാനില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ക്ലോസ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അതിന് ഞാൻ അനിമോളുടെ ചേച്ചിന് ഇട്ട് കൊടുത്തിട്ടില്ല, അനിമോളുടെ ഫാൻസിന് ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഗ്രൂപ്പിലെ കാര്യങ്ങൾ അവരോട് പോയി ചോദിച്ചോളൂ, എനിക്കറിയത്തില്ല. കാരണം അവരായിട്ട് കണക്ഷൻ ഉള്ളത് അനിമോളുടെ ചേച്ചിയാണ്, എനിക്ക് അറിയുന്നത്. എന്താണ് രോഗി വൈദ്യൻ കൽപ്പിച്ചതും ബാല് പറഞ്ഞ മാതിരി ഇത് നമുക്ക് ഇത് അങ്ങനെ വലിയ ഇഷ്യൂ അല്ലാന്ന്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ അന്തർദേശീയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ
നമ്മൾ ഈ സില്ലി പ്രശ്നത്തിനൊക്കെ നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ. അത് ബിഗ് ബോസ് ലൂപ്പ് അനുഭവിച്ചേ പറ്റൂ. വൺസ് യു എൻ്റർ ഇറ്റ്സ് ബ്രഹ്മയുഗം. അതെ അതെ, അതാണ് ഞാൻ ലൂപ്പിൽ നിന്ന് ഔട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട്. ഞാൻ ഒന്നിനുമില്ല, ഞാൻ പരിപാടി അയക്കിട്ടെന്നൊക്കെ ഞാൻ തന്നെ ഒരുമാതിരി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അധികം വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് അടിച്ചു പൊളിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് ബാംഗ്ലൂരൊക്കെ ഒന്ന് സെറ്റായി അടിപൊളിയായിട്ട് നാട്ടിൽ തിരിച്ചു വന്ന് ഒരു ഡിസംബർ പകുതി ആകുമ്പോൾ തുടങ്ങാന്ന് വിചാരിച്ചാ സമ്മതിക്കൂല. ഇനി ഈ കോളും ആൾക്കാർ പറയുന്നത് പ്ലാൻഡ് ആണ്, ഇത് മറ്റേ ഇല്ലുമിനാറ്റി 2.0 ആണെന്നൊക്കെ പറയുന്നില്ല. ഇവരെന്താ അല്ല അവർക്കൊന്നും ഈ പ്രൊഫഷണൽ സാധനങ്ങൾ അറിയാനില്ല. ഇപ്പൊ ഞാനും വിനുവും ഈ ഒരു ബിഗ് ബോസിന്റെ PR അല്ലെങ്കിൽ ബിഗ് ബോസ് സാധനത്തിലല്ല കണക്റ്റഡ്. നമ്മൾ അതിന്റെ പുറത്ത് ബാക്കി കുറെ വർക്കുകളും ക്രിക്കറ്റും അതും ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അതെ അതാണ് ഇപ്പം നമ്മളിപ്പോ ഓരോ ഒപ്പീനിയനുള്ള ആൾക്കാർ മാത്രമല്ല ഫ്രണ്ട്സ് ആവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഒരു യൂട്യൂബറിനെ വിളിച്ചു പറയാൻ പറ്റില്ല. ഞാൻ ഇതുവരെ ഒരു യൂട്യൂബറിനെ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ല, മനസ്സിലായി? അപ്പൊ നമുക്ക് അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഓരോ യൂട്യൂബേഴ്സും അവരുടെ രീതിയിലാണ് അവർ കണ്ടന്റ് ചെയ്യുന്നത്. അവർ തീരുമാനിക്കും അവരെന്ത് കണ്ടന്റ് ചെയ്യുന്നത്. നിങ്ങൾ അത്ര റിസ്ക് എടുത്ത് ഓരോ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ കേസ് വരാൻ ചാൻസ് ഉള്ള കണ്ടന്റുകൾ ഉണ്ടാവാം. ഒന്നും നിങ്ങൾ നോക്കാതെ എല്ലാം ആ ഒരു ധൈര്യത്തോടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് നിങ്ങളെടുത്ത് ഒരാൾക്ക് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ പോകില്ലേ? ആ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യൂട്യൂബേഴ്സ് പറയേണ്ട ആവശ്യമില്ല. അതിനാണ് ഞാൻ എന്റെ റവന്യൂ എടുത്ത് പുറത്തിട്ടെ. എടേ ഞാൻ ഇത്രയും വാങ്ങുന്ന ഒരുത്തനെ കണ്ടോ, പിന്നെ എന്തിനാളാ ഞാൻ വേറൊരുത്തന്നെ മാനിപ്പുലേഷൻ ചേർന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ പലർക്കും ആ തെറ്റിദ്ധാരണ ഉണ്ടെന്ന്, ഇത് സമ്മർ മീഡിയ കാശ് വാങ്ങുന്ന ആളാണ്. അല്ല അതിനാ ഞാൻ പറഞ്ഞ രാജ്, സമ്മർ, അതുൽ, അല്ലെങ്കിൽ മറ്റേ ബിബി, ഡാനി, ഇവർക്കാർക്കും കാശ് വേണ്ട. ഇതും തന്നെ ഇഷ്ടംപോലെ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ബിഗ് ബോസിൽ ഇവര് പോകുന്നതിനേക്കാളും കാശ് യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നത്. അല്ല അത് നമ്മളെ ഇങ്ങനെ പറഞ്ഞതാ കറക്റ്റ്. നമ്മളെ ആരോ പറഞ്ഞു, ബിഗ് ബോസ് തന്നെ ആരോ പറഞ്ഞല്ലോ അത്. ആരോ പറഞ്ഞു ഫിനാലേന്റെ അന്ന് ഇതൊരു എക്കോസിസ്റ്റം ആണ്. അല്ലല്ല വേറെ ആരോ പറഞ്ഞു ഇതൊരു എക്കോസിസ്റ്റം ആണ്. കിഷൻ സാറ് ഇതൊരു എക്കോസിസ്റ്റം ആണ്. ഇതിന് ഫീഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഈ എക്കോസിസ്റ്റത്തിനകത്ത് മര്യാദയ്ക്ക് നിന്നാ നിക്കാം. ഇല്ല, അതുണ്ടെങ്കിൽ ഈ ഷോ 10 അറിയത്തുള്ളൂ. ഈ ഷോ വെറും ചാനലിൽ മാത്രം വരുന്ന ഷോ ആണെങ്കിൽ ഇവിടെ എന്ത് ചർച്ച ഉണ്ടാവും? ഈ ഷോന് PR ഇമ്പോർട്ടന്റ് ആണ്. PR ഉള്ളതുകൊണ്ടാണ് ഈ ഷോ മറ്റുള്ള ആൾക്കാർക്ക് ഷോന്റെ ഏറ്റവും വലിയ PR റിയാക്ഷൻ ചാനൽസും ആണ്. യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ PR-നെക്കാളും ഫാൻസിനെക്കാളും ഏറ്റവും കൂടുതൽ വോട്ട് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുള്ളത് യൂട്യൂബേഴ്സ് ആണ്. ഞാൻ വിശ്വസിക്കുന്നത് സമ്മർ മീഡിയയുടെ ഒരു പോസിറ്റീവ് റിവ്യൂ എന്ന് വരുന്ന വോട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം പുള്ളി ഇടുന്ന പോളുകള്, മറ്റുള്ള യൂട്യൂബേഴ്സ് ഇടുന്ന പോളുകള്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 യൂട്യൂബേഴ്സ് ആണ് ഈ സീസണിൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ളത്. അതിലൊരു 80% ആൾക്കാരും അനിമോൾ സപ്പോർട്ടാണ്, മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു അനിമോൾ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി എനിക്ക് തോന്നിയിട്ടില്ല യൂട്യൂബില് അനിമോളെ ഹേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വേണ്ടത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ 1-2 സമയത്ത് ഞാൻ രേവതി ബിഗ് ബോസിനെ ഞാൻ എതിർത്തിട്ടുണ്ട്. അവര് കുറച്ച് സാധനങ്ങൾ മാനിപ്പുലേറ്റ് പറഞ്ഞപ്പോ അതിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവൻ സായി തന്നെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോ അതിന് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനും തിരിച്ചു ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. സീസണിന്റെ സമയത്ത് കഴിയണം, അല്ലാതെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സാധനങ്ങൾ എടുത്തു പിടിച്ച് നടക്കുന്ന അത്ര വലിയ നല്ല പരിപാടി. അതായത് നമ്മള് ഇത് ഹെൽത്തി ഡിസ്കഷൻസ് ആണ് ഇതിൽ വേണ്ടത്. അല്ലാതെ നമ്മൾ ടോക്സിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ബിഗ് ബോസ് ഷോന് അങ്ങനെ ഒരു ടോക്സിക് ഫൈറ്റിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ ടോക്സിക് ഫൈറ്റ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അടുത്ത സീസൺ വരെ ചിലർക്ക് പുറത്ത് ബിഗ് ബോസ് കളിക്കണം. അതിനു വേണ്ടിയുള്ള ചിലപ്പോ ഒരു മാനസികമായിട്ടുള്ള ഒരു സുഖം, പിന്നെ ഇവരൊക്കെ വളർന്നു വരുന്ന PR-കളാണ്. നാളെ ഇവർക്ക് പറയാം ഇന്നൊരാളുടെ കൂടെ ഇന്ന ആളുടെ ഇത് നമ്മളാ ചെയ്തത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക എന്നുള്ള ഒരു വലിയ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത്. ഞാൻ പോലും ഇതിന് പുറത്തു വരേണ്ട ഒരാളല്ല, എന്നെ പുറത്തിട്ട സാധനങ്ങളാണ്. അല്ല ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ ജിൻഡോന്റെ സാധനം എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു വെച്ചാൽ ഞാൻ അന്ന് വിനുവിനോണ്ടല്ലോ ഞാൻ അടുത്തിട്ടടിക്കുന്നു. അല്ല കഴിഞ്ഞ കൊല്ലം പിന്നെ അധികം PR-കൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ഈ കൊല്ലം അങ്ങനെയല്ല. ഈ കൊല്ലം ഓൾമോസ്റ്റ് എല്ലാവരും PR വെൽ സ്റ്റഡീഡ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ പേ ചെയ്തിട്ടാണ് പലരും എൻ്റർ അയക്കുന്നത്. മൾട്ടിപ്പിൾ ആൾക്കാർക്ക് PR കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ
അപ്പൊ ഇതൊക്കെ ഈ സീസണിൽ കുറച്ചും കൂടി PR ഭയങ്കര എക്സ്പോസ്ഡ് ആയി. ഒബ്വിയസ്ലി അത് അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ എക്സ്പോസ് ആയി. പക്ഷെ ഞാൻ അതിനെയും കൂടി ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റിട്ടേ ഉള്ളൂ. അല്ല അത് ഞാൻ അടുത്ത സീസണിൽ ലാലേട്ടൻ വരും PR കാർഡ് കീറാൻ. കുറെ കാർഡ് കീറിയതാണെങ്കിൽ അല്ല ഞാൻ അങ്ങനെ PR എന്ന സാധനം ഒഴിവാക്കാൻ പറ്റില്ലാന്ന്. നമുക്ക് ഇപ്പൊ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം, രാഹുൽ ഈശ്വർ PR ഗെയിം അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റണ്ട് എല്ലായിടത്തും PR അല്ലേ. നമ്മളൊരു പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 10% മാത്രമേ വാർത്തകൾ, 90% PR വാർത്തകളാണ്. അതായത് നമ്മൾ എന്ത് നാളെ കാണണം, നമ്മൾ എന്ത് TV കാണണം, നമ്മൾ നാളെ എന്ത് ചെയ്യണം, നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു PR കമ്പനികളാണ്. PR ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് 10 രൂപ ഇറങ്ങണമെങ്കിൽ അവിടെ PR വേണം. അല്ലെങ്കിൽ ഒരു സാധനം നാളെ നടന്നിട്ടുണ്ട്, നാളെ ഇപ്പൊ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിന് PR വേണം. എല്ലാത്തിനും PR വേണം. PR എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ PR അല്ലെങ്കിൽ ഷോ, ഈ ബിഗ് ബോസ് ഷോ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തും? ഈ ഇൻസ്റ്റാഗ്രാമിൽ കട്ട് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തും? കാരണം TV മാത്രം കാണുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ മാത്രം കാണുന്ന എത്ര പേരുണ്ട്. ചില ആൾക്കാരെ ഈ ചെറിയ ചെറിയ വിഷ്വൽ കണ്ട് അവര് അത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇവര് തിരിച്ച് ഷോയിൽ അഡിക്റ്റ് ആവുന്നത്. എനിക്ക് വിദേശത്തുള്ള എത്ര ആൾക്കാർ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ റീൽസും കട്ട് ചെയ്ത വീഡിയോസും ഇതെല്ലാം കണ്ടിട്ട് ഓരോ ആൾക്കാരോട് സങ്കടവും സഹതാപവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പല രീതിയിലും വോട്ട് കൺവേർട്ട് ആവുന്ന ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ടാണ്. അല്ലാതെ എപ്പിസോഡ് കണ്ട് ലൈവ് കാണുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അതായത് ഈ പ്രാവശ്യം ലൈവ് കണ്ടവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്, കുറവാണ്. കാരണം ലൈവ് ചാറ്റ് ഒക്കെ കാണുമ്പോഴറിയാം നമുക്ക് ഭയങ്കര കുറവാണ് എല്ലാത്തിനും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവിടെ PR വേണം. ഈ PR ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഷോ ഇപ്പൊ 200% സക്സസ്ഫുൾ എന്ന് പറഞ്ഞവർ ഇടുന്നത്. അപ്പൊ അത് വ്യക്തികളുടെ PR എന്ന് പറയുമെങ്കിൽ പോലും ആ ഷോന്റെ തന്നെ PR ആണ് ശരിക്കും പറഞ്ഞത്. എന്താണെങ്കിലും അങ്ങനെ പോട്ട് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞില്ല. എന്തായാലും പരിപാടി കഴിഞ്ഞു. ആ ലൂപ്പിൽ നിന്ന് എനിക്ക് ഇറങ്ങണം. എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ. ഇതിപ്പോ വിനുവും അനുമോളും തമ്മിൽ വിഷയങ്ങളൊന്നുമില്ല. ബാക്കി ആരും തമ്മിൽ വിഷയവുമില്ല. അവരെല്ലാം അവരുടെ ജോലി കഴിഞ്ഞു പോയി. നാട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളെ പണി നോക്കി പോയി മക്കളെ, എന്തിനാ വെറുതെ പിടിച്ചു. ഞാൻ ഇനിയിപ്പോ എന്താ പറയാ, നിങ്ങളെ കോള് കട്ടാക്കിയില്ലെങ്കിൽ ആ മോതിരത്തിന്റെ തീർക്കാൻ വേണ്ടിട്ട് മോതിരത്തിന്റെ പറഞ്ഞു അതും തീർന്നു. എന്ത് ഗതി എന്തായാലും 2-3 ദിവസമായിട്ട് കണ്ടന്റ് ആവാൻ പറ്റി. ശരി ഓക്കെ. അപ്പൊ ഇതാണ് വിനുവിനെ ലൈവായിട്ട് വിളിച്ചാണ് ഇവിടെ. ഓക്കെ, കാരണം വിനുവിനോട് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകാൻ. ഇതിന്റെ മണ്ടയ്ക്കും വരുന്നുണ്ട് ഈ സാധനം, മനസ്സിലായോ? വിനുവിനും ഉണ്ട്, എനിക്കും ഉണ്ട്. ആകെ മൊത്തം ഒരുമാതിരി നമ്മളെ ലൂപ്പ് കൊണ്ടുപോയിട്ട അവസ്ഥ. ആ മോതിരത്തിന്റെ സാധനം കൂടിയാണ് പറഞ്ഞ് തീർക്കുകയാണ്. ഡയമണ്ട് റിംഗ് തന്നു. ഞാൻ എന്നെ ഓർമ്മിക്കരുത്, പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ കണ്ട് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ചിത്ര ചേച്ചിയുടെ അതിന്റെ കാര്യം കൂടി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാണ്. അതൊരു ഡയമണ്ട് സ്റ്റഡഡ് സ്വറോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫ്ലൈറ്റ് ദാറ്റ് ഷി വാസ് ഗിവൻ ദ ഡയമണ്ട് റിംഗ്. എന്റെ ഫ്ലൈറ്റ് കാരണമല്ല, പകരം അത് കൊടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോ ചിത്ര ചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്ര ചേച്ചിക്ക് അത് സാധിച്ചില്ല, കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ. അങ്ങനെ ചിത്ര ചേച്ചി പറഞ്ഞു ചിത്ര ചേച്ചിയുടെ കൈ കിടന്ന സ്വറോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾക്ക് ഊരി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ കേട്ടോ. പലർക്കും ഭയങ്കര ഡൗട്ട്, കാരണം വെറുതെ ആർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയാക്കി കുറച്ച് പേര്. അവർക്കുള്ളൊരു മറുപടി ഞാൻ ബിനുചേട്ടനെ കൊണ്ട് തന്നെ പറയുന്നത്. പറയാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ എന്തോ സ്വറോസ്കി ക്രിസ്റ്റൽ റിംഗ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ വീഡിയോ കിട്ടിയെന്ന് തന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000, 30,000 രൂപ, അതിലും കൂടുതലൊന്നും കാണുമായിരിക്കില്ല. ഓക്കെ, ഒരു ബൊക്ക കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സ്വറോസ്കി മറ്റേ കല്ല് വെച്ച മോതിരം ഒരു കൊടുത്ത ചിത്ര ചേച്ചി മാസെന്നേ പറയാനുള്ളൂ. അതിലും വലിയൊരു മാസം ഞാൻ പറയട്ടെ, എഗെയിൻ അനുമോൾ. ഇത് ആ വേദിയിൽ വെച്ച്, വേറൊരു വേദിയിൽ വെച്ച് മിഥുനെ കൊണ്ടത് പറയും. മിഥുന് ഭയങ്കര ചളിപ്പുണ്ടത് പറയാൻ. എന്നാലും മിഥുൻ അതുകൊണ്ട് പറഞ്ഞ് തീർത്ത്. പിന്നെ അതിനൊരു സ്ക്രിപ്റ്റും വന്നു, ബൊക്കയ്ക്ക് പകരം റിങ് കൊടുത്തു. എന്നിട്ട് അത് കുറേ പേര് എടുത്ത് വെച്ച് നടക്കുന്നുണ്ട്. എൻ്റെ മുന്നേ മക്കളെ, ഞാൻ എഗെയിൻ പറയുന്നു, എ പെയ്ഡ് വിന്നർ ഈസ് എ പെയ്ഡ് വിന്നർ ഓൾവേസ്. ഓക്കെ, എ പ്രൗഡ് വിന്നർ ഈസ് എ പ്രൗഡ് വിന്നർ ഓൾവേസ്. അതിൻ്റെ ഡിഫറൻസ് എപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ്സിൽ കാണും. ഓക്കെ, അതങ്ങനെയാണ്.
പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എത്ര നിലവിളിച്ചിട്ടും നിങ്ങൾ കാര്യമില്ല, ഇനി 10 റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല. ദർ ഇസ് നോ യൂസ്. എ പെയ്ഡ് വിന്നർ ഇസ് എ പെയ്ഡ് വിന്നർ, എ പ്രൗഡ് വിന്നർ ഇസ് എ പ്രൗഡ് വിന്നർ. ഓക്കെ ഗൈസ്, ഞാൻ ഗർഭ കേസ് എന്തായാലും നോക്കട്ടെ.